ശേഷം പറഞ്ഞ ആ പ്രസ്താവന വലിയ വിവാദമായിരിക്കാമല്ലോ. ഇച്ചിരി കൂടിപ്പോയി തോന്നുന്നുണ്ടോ? അതിനുറച്ച് നിൽക്കുകയാണോ ആശാൻ ഇപ്പോഴും? അല്ല, എം എ ബേബി അത് നല്ല പറഞ്ഞിട്ടില്ലേ? അതെ. എം എ ബേബി പറഞ്ഞ നിലപാടാ പാർട്ടിയുടെ നിലപാട്. അതുതന്നെ എൻ്റെ നിലപാട്. ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഞാൻ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല. എന്താണ് അങ്ങനെ പെട്ടെന്നൊരു പറയാൻ? അന്നേരത്തെ ഒരു കാര്യത്തിലങ്ങ് പറഞ്ഞെന്ന് കൂട്ടുകാർ തെറ്റായി പോയി എന്നാണ്. വികസനവും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ട് ഈ ജില്ലയുടെ വികസനത്തിൽ തന്നെ ഒരുപാട് റോഡും പരിപാടിയും എല്ലാം ചെയ്ത് സംസ്ഥാനത്താണ് ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനം ഒരുപാട് നടത്തി കഴിഞ്ഞ് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിധി വന്നപ്പം ആ സന്ദർഭത്തിൽ പ്രതികരിച്ചേ ഉള്ളൂ. ഞാനങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞത് തെറ്റായി പോയി തോന്നുന്നുണ്ടോ? അതല്ലേ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ആവശ്യമില്ലാന്ന് ചോദിച്ചത് വേണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് ശരിയാന്ന് എം എ ബേബി പറഞ്ഞ പാർട്ടിയുടെ നിലപാടാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറി അല്ലേ? ജനറൽ സെക്രട്ടറി പറയുന്ന പാർട്ടിയുടെ സമീപനം നിലപാടാണ്. അതാണ് നമ്മുടെ നിലപാട്. നേതാക്കൾ ആവശ്യപ്പെട്ടോ? അങ്ങനെ എന്നോട് ആരും ആവശ്യപ്പെട്ടൊന്നുമില്ല, ആരും വിളിച്ചൊന്നുമില്ല. എന്നാലും പറയുക ഈ സാധാരണ വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഇതൊക്കെ തന്നെയും ജനങ്ങളുടെ ഒരു അവകാശമാണ്. പക്ഷെ നമ്മൾ വോട്ടിന് വേണ്ടിയിട്ടല്ലല്ലോ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അല്ല, ഇതിനകത്ത് പ്രതിപക്ഷം പറഞ്ഞത് അത് ഒരു കാര്യമാണ്. അപ്പോൾ പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നതും അവരുടെ അവകാശമില്ല. അവരുടെ അവകാശമാണ്. അല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇല്ലാന്ന് 10 വർഷത്തിൽ ഞങ്ങൾ ഇവിടെ ഇതൊന്നും ചെയ്യാതെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷനോ ആനുകൂല്യമോ സഹായമോ നൽകാതെ, മലയോര കൃഷിക്കാർക്ക് പട്ടയോ അതുപോലുള്ള ആനുകൂല്യവും സഹായവും നൽകാതെ എല്ലാ ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിന് നേതൃത്വം കൊടുക്കുകയും പ്രക്ഷോഭവും സമരവും നടത്തും അതിനെ അടിച്ചമർത്തുകയും ചെയ്ത സമീപനം ശരിയാണ് എന്ന് ഞാൻ പറയണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ? വേണ്ട കൂടെ നോക്കാം. ജനങ്ങളുടെ അവകാശമല്ലേ പകരം ഔദാര്യമല്ലല്ലോ അവകാശമല്ലേ? ഞാൻ ചോദിച്ചിട്ട് ഉമ്മൻചാണ്ടിയും എ.കെ. ആന്റണിയും കരുണാകരനും ഒക്കെ ഭരിച്ചപ്പോഴും ഈ ജനങ്ങളുണ്ടായിരുന്നു. അന്നും ജനങ്ങളുടെ അവകാശമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ജനങ്ങളുടെ അവകാശമല്ല അന്നും നടന്നില്ലല്ലോ. പക്ഷേ അതിന് വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ കൈകാര്യമുള്ള എല്ലാ ഗവൺമെൻറ്റും ഇപ്പോൾ തുടർഭരണം കിട്ടിയ സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആ ഗവൺമെൻറ്റുകൾ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ മറ്റേതെങ്കിലും ഗവൺമെൻറ് ആന്റണിയുടെയോ കരുണാകരൻ്റെയോ അതിന് മുമ്പ് ആർശങ്കറിൻ്റെയോ ഏതെങ്കിലും ഗവൺമെൻറ് ഈ സംസ്ഥാനത്ത് ചെയ്തിട്ടുണ്ട്. അല്ല, അത് ചെയ്തു എന്ന് പറയുമ്പോഴും അല്ല, അത് ചെയ്തു എന്ന് പറയുമ്പോഴൊന്നുമില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോഴും ഇല്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ചെയ്തു. പക്ഷെ ആളുകൾ വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു വാശി പാടില്ലല്ലോ. വോട്ടിന് വേണ്ടിയാണ് ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തത്. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്? എനിക്കൊരു സാമൂഹിക വീക്ഷണമുണ്ട്, സമൂഹത്തോണ്ടൊരു ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പാർട്ടിക്കൊരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രവർത്തിക്കുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ? ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് കരുണാകരൻ്റെ ഗവൺമെൻറ്റോ ആർശങ്കറിൻ്റെ ഗവൺമെൻറ്റോ ആൻ്റണിയുടെ ഗവൺമെൻറ്റോ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റോ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കൂട്ടാക്കാത്ത ക്ഷേമ പ്രവർത്തനവും ജനക്ഷേമ പരിപാടികളും എല്ലാം ഈ സംസ്ഥാനത്ത് നടന്നത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞും മാറിയ ഒരു സംസ്ഥാനവും ഈ വിധ ക്രമമാണ് കേരളത്തിൽ നിന്ന് സ്ഥാപിച്ചതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള പങ്ക് നിസ്സാരമാണ്. കഴിഞ്ഞ തവണ ഈ ആളുകൾ പറഞ്ഞത്, അതായത് 2021 തെരഞ്ഞെടുപ്പിൽ ആളുകൾ പറഞ്ഞ കിറ്റ്, അല്ല പ്രതിപക്ഷം പറഞ്ഞിരുന്നത് കിറ്റ് കൊടുത്ത് വോട്ട് മേടിച്ചു എന്നാണ്. ഇത്തവണ ഈ ക്ഷേമ പെൻഷൻ കൊടുത്ത സമയത്ത് അവർ പ്രധാനമായിട്ട് ഉന്നയിച്ചത് കിറ്റ് കൊടുത്ത പോലെ തന്നെ ആളുകൾക്ക് പെൻഷൻ കൊടുത്ത് വോട്ട് മേടിക്കാനായിരുന്നു. അപ്പൊ ആശാന്റെ ഒരു പ്രതികരണം വന്ന സമയത്ത് അത്തരത്തിലൊരു ചിന്ത വന്നില്ല. നിങ്ങൾ അവര് പറഞ്ഞതിനെ ന്യായീകരിക്കുന്നു. അല്ല, മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത്. അതൊരു വോട്ട് പിടിക്കാനുള്ള സ്റ്റണ്ടാണെന്നുള്ള ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് അവര് പറഞ്ഞതിനകത്ത് വീടക്കട അവിടെ ഒന്നും ചെയ്യാതിരുന്നത് നമ്മുടെ കാര്യങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല കാര്യങ്ങൾ ചെയ്തപ്പം എന്തെങ്കിലും ന്യായം പറഞ്ഞു നിൽക്കണ്ടേ? അതിനുവേണ്ടി
പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ UDF നേതാക്കന്മാരോ എന്തെങ്കിലും പറഞ്ഞു കാണും, അത്രയേ ഉള്ളൂ. ഈ പ്രസ്ഥാനം അതുകൊണ്ട് കേക്ക് ഇന്നലെ ഞാൻ പറഞ്ഞതിനകത്തെ പ്രതികരണത്തിനകത്ത് പാർട്ടി തള്ളി പറഞ്ഞിട്ടുണ്ട്, MAV തള്ളി പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ കേട്ടില്ല. പക്ഷേ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമാണ്. CPI എന്നെ പറഞ്ഞു എന്നുള്ളതൊന്നും എനിക്ക് വിഷയമല്ല. എൻ്റെ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞത് 100% ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.